ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും പറഞ്ഞ് സംസാരിക്കേണ്ടതില്ല. മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. എന്നാൽ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് കേരളത്തിൻ്റെ നട്ടെല്ലായിട്ടുള്ള ഇന്ത്യക്ക് തന്നെ മാതൃകയായി വിശേഷിപ്പിക്കുന്ന നമ്മുടെ LDF-ന് നേതൃത്വം നൽകുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പോലും അപഹസിക്കാൻ എങ്ങനെയാണ് കോൺഗ്രസിന് ധൈര്യം വരുന്നത് എന്നുള്ളതാണ് അതിശയകരമായിട്ട് പറയാനുള്ളത്. ഞാൻ ഓർമ്മിക്കുന്നത് കേരളത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്തുകൊണ്ട് ഡൽഹിയിൽ ഒരു സമരം നടത്തുകയുണ്ടായി. മന്ത്രിസഭ ഒന്നടങ്കം അവിടെ എത്തി. അതുപോലെ തന്നെ ഞങ്ങൾ MLA-മാർ എല്ലാവരും അതിൽ പങ്കെടുത്തിരുന്നു. ആ സമരത്തിന് പോകുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസ് നേതാക്കന്മാരെയും UDF-നെയും ബന്ധപ്പെട്ടിരുന്നു. നിങ്ങളും കൂടി വരണം, കേരളത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങരുത്, കേരളത്തിന് ലഭ്യമാകാനുള്ള നികുതി വിഹിതവും മറ്റെല്ലാ ആനുകൂല്യങ്ങളും ലഭ്യമാക്കണം, അതിന് കേന്ദ്രത്തിനോട് സമരം ചെയ്യാൻ നിങ്ങൾ പറയുന്ന ദിവസം നമുക്ക് ഡൽഹിയിൽ സമരത്തിന് പോകാം. പക്ഷെ അവർ തയ്യാറായില്ല. ആരോടാണ് അവരുടെ കൂറ്? കേരളത്തിലെ ജനങ്ങളോടാണെങ്കിൽ കേരളത്തിന് വേണ്ടി അവകാശങ്ങൾ ചോദിക്കാൻ വരണ്ടേ? പക്ഷേ UDF വരാതിരുന്നത് നന്നായി. കാരണം അവർക്ക് ആ സമരത്തിന്റെ ഒരു ഗൗരവവും അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രതിബദ്ധതയും അവകാശപ്പെടാൻ കഴിയാത്ത വിധം തരംതാണു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഡൽഹിയിൽ ചെന്നപ്പോൾ അവിടെ പ്രധാനമന്ത്രി ഒരു വാചകം പറഞ്ഞു, നോർത്ത് സൗത്ത് ഡിവൈഡ് ഉണ്ടാക്കാൻ പുറപ്പെടുകയാണ്. തെക്കും വടക്കും തമ്മിൽ തെക്കൻ സംസ്ഥാനങ്ങൾ വന്ന് വടക്കൻ സംസ്ഥാനങ്ങൾക്കെതിരെ പറയുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ സമരപന്തലിൽ ആരൊക്കെയാണ് വന്നത്? ജമ്മു കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള വന്നു. അതുപോലെ ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാൾ ഉണ്ടായിരുന്നു. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ ഉണ്ടായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി അന്ന് വരാൻ സാധിച്ചില്ല, വീഡിയോയിലൂടെ അവിടെ പങ്കെടുത്തു. തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാര് പങ്കെടുത്തു. അത് കേരളത്തിന്റെ അസേതു ഹിമാചലം ബന്ധപ്പെടുന്ന ഒരു വലിയ സമരമായിട്ട് മാറി. ആ സമരത്തിൽ സംസാരിച്ചവരെല്ലാം ഫാറൂഖ് അബ്ദുള്ള മുതൽ അഭിനന്ദിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. വിജയൻജി പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞിട്ടാണ് അവർ ഓരോരുത്തരും തുടങ്ങിയത്. നമ്മൾ ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ, മതേതരത്വം സംരക്ഷിക്കാൻ നേതൃത്വം കൊടുക്കുന്നുവെന്ന് ആ സംസാരിച്ചവരുടെ കൂട്ടത്തിൽ പറഞ്ഞു. അവരെല്ലാവരും വ്യക്തിപരമായി നമ്മുടെ മുഖ്യമന്ത്രി കാണിക്കുന്ന നിശ്ചയദാർഢ്യത്തെക്കുറിച്ച് സംസാരിച്ചു, ആശയവ്യക്തതയെക്കുറിച്ച് സംസാരിച്ചു. അത് മനസ്സിലാക്കാൻ കേരളത്തിലെ UDF-ന് കഴിയില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മുഖ്യമന്ത്രിയെ പോലും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ UDF സംസാരിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ, ഇന്ത്യയുടെ മതേതരത്തിന്റെ മാതൃക കേരളമാണ് എന്നുള്ളത് ഒരു അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഇവിടെയാണ് ജനാധിപത്യം പുലരുന്നത്. അത് ഇന്ത്യയിലുടനീളം വ്യാപിപ്പിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം നടത്തുന്നത്. വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്നാൽ LDF-ന്റെ ആശയഗതിക്കനുസരിച്ച്, LDF-ന്റെ നിർദ്ദേശം അനുസരിച്ച് പാർലമെന്റിൽ ഇന്ത്യൻ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി ഈ നാട്ടുകാരുടെ നാക്കായി എന്റെ ശബ്ദം കൂടി ഉണ്ടായിരിക്കുമെന്ന് പറയാനാണ് ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിന്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിനും വടകരയുടെ വികസന പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതിനും ജനങ്ങളുടെ കൂടെ അവരിൽ ഒരാളായി നിന്ന് ഇവിടുത്തെ MP ആയി ഞാൻ ജനങ്ങളുടെ കൂടെ പ്രവർത്തിക്കുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായതിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. LDF-ന്റെ ആശയഗതികൾ നടപ്പിലാക്കുന്നതിന് നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റെല്ലാ നുണപ്രചരണങ്ങളും മറ്റെല്ലാ ആക്രമണങ്ങളും ജനങ്ങൾ അതിന് മറുപടി പറയുന്നുണ്ട്.